നമസ്കാരം, ഗ്രാമീണ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ലൈഫ് പദ്ധതി മുഖ്യമന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട കോൺഗ്രസ് സമരം. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ ബിജെപി അനിശ്ചിതകാല സമരം തുടങ്ങി. സംയോജിത തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ ആദ്യഘട്ടത്തിൽ മതിലകം പഞ്ചായത്ത്. ലുലു കോവിഡ് സെന്ററിലേക്ക് 500 കിലോ പച്ചക്കറി നൽകി വ്യാപാരി. വാർത്തകൾ വിശദമായി നോക്കാം. ലൈഫ് മിഷൻ പദ്ധതിയിൽ അഴിമതിക്കും കോഴയ്ക്കും കൂട്ടുനിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്പയാർ സിവിൽ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്നവന്റെ സ്വകാര്യ ആരോഗ്യ ഡാറ്റ അത് അമേരിക്കൻ വിദേശ കമ്പനിക്ക് കൊടുത്ത് സ്പ്രിംഗ്ലറിന് വിറ്റ് ഒറ്റി കാശാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത്. പമ്പയിൽ നിന്ന് മണൽ വാരിയും ആലപ്പുഴയിലെ തീരത്തു നിന്നും കരിമണൽ കടത്തിയും അഴിമതി നടത്തുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അങ്ങനെ തുടങ്ങി നമ്മുടെ നാടാകെ മുഴുവൻ ബ്രൂവറിയും ഡിസ്റ്റിലറിയും നാട് മുഴുവൻ മദ്യം വിളമ്പി മദ്യ രാജാക്കന്മാർക്ക് കേരളത്തെ അടിയറ വെക്കുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചക്രപാണി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷ സെൽ ജില്ലാ ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ AN സിദ്ധപ്രസാദ്, PM സിദ്ദിഖ്, CG അജിത് കുമാർ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, CS മണികണ്ഠൻ, TV ഷൈൻ, NK ഉദയകുമാർ, PK നന്ദനൻ, KV സുകുമാരൻ, AB ഹരിലാൽ എന്നിവർ സംസാരിച്ചു. ബിന്ദു പ്രദീപ്, ഇന്ദിര ജനാർദ്ദനൻ, ലളിത മോഹൻദാസ്, PC മണികണ്ഠൻ, ജീജ ശിവൻ, ഹേമ പ്രേമൻ, ശ്രീജ ഷൈജു എന്നിവർ നേതൃത്വം നൽകി. ലൈഫ് മിഷൻ പദ്ധതി അഴിമതി CBI ഏറ്റെടുത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പെരിങ്ങോട്ടുകര കിഴക്കേ നടയിൽ നിന്നും താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KPCC ന്യൂനപക്ഷ സെൽ ജില്ലാ ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VK സുശീലൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ആൻഡോ തുറയൻ, KN വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ജോസ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അശ്വിൻ കൃഷ്ണ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ബെന്നി തട്ടിൽ, സിദ്ദിഖ് കൊളത്തേക്കാട്ട്, സിജോ പുലിക്കോട്ടിൽ, ഷാഹിർ വലിയകത്ത്, ശിവജി കൈപ്പുള്ളി, MK ചന്ദ്രൻ, CT ജോസ് എന്നിവർ സംസാരിച്ചു. ആൻഡോ തേക്കാനത്ത്, ഗ്രീന സുബീഷ് വള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ചെയർമാനായുള്ള ലൈഫ് മിഷന്റെ മറപറ്റി മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി ഇന്ന് കേരളത്തിന്റെ പാർപ്പിട പദ്ധതി, പാവപ്പെട്ടവർക്കായുള്ള ഭവന സമുച്ചയ പദ്ധതി പൂർണ്ണമായും കമ്മീഷനിൽ മുങ്ങിക്കളിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും അഴിമതിയുടെ കേളിരംഗമായി മാറിയിരിക്കുകയാണ്. അഴിമതി നയമാക്കിയ ഒരു ഗവൺമെന്റാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത്. അഴിമതി നിലപാടാക്കിയ ഒരു ഗവൺമെന്റാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഗഫൂർ തളിക്കുളം അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ PI ഷൌക്കത്ത് അലി, PM അമീറുദ്ദീൻ ഷാ, വിനോദൻ നെല്ലിപ്പറമ്പിൽ, AM മെഹബൂബ്, ഹിറൂഷ് ത്രിവേണി, PS സുൽഫിക്കർ, TV ശ്രീജിത്ത്, TU സുഭാഷ് ചന്ദ്രൻ, AM മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. AT നയന, സുമന ജോഷി, സിന്ധു സന്തോഷ്, AP ബിനോയ്, ലൈല ഉദയകുമാർ, KS രാജൻ, സുമിത സജു, ഗീത വിനോദൻ, KT കുട്ടൻ, CC ശിവൻ, BB ഷൺമുഖൻ, മുനീർ ഇടശ്ശേരി, സനോജ് ചെമ്പനാടൻ, AM രമേശ്, ജോൺസൺ കുളങ്ങര, KM മുജീബ്, വേണു, ഷമീർ മുഹമ്മദ് അലി, അൻസാർ ഇടശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതിക്ക് കൂട്ടുനിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കയ്പമംഗലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം DCC സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ പോൾസൺ അധ്യക്ഷനായി. നേതാക്കളായ KF ഡൊമിനിക്, സുരേഷ് കൊച്ചിവീട്ടിൽ, PA അനസ്, ദിവാകരൻ കുറുപ്പത്ത്, PM അബ്ദുൽ മജീദ്, PA അബ്ദുൽ ഖാദർ, ബീന സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ഒരു പൂർവികത്വം നമുക്കുള്ള രാജ്യമാണ് കേരളം. പക്ഷേ ഈ കേരളത്തിലെ ഈ ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മന്ത്രിസഭയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഈ കൊറോണ നമ്മളൊരു അത്ഭുതം കാണുന്ന പോലെ ഈ ഭരണവും ഒരു അത്ഭുതത്തോടെയാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു ഗവൺമെന്റിന് ഇത്രയും വലിയൊരു കൊള്ള നടത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ലാതെ. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഇ രമേശൻ, രഘു നല്ലയിൽ, ഷൈൻ പള്ളിപ്പറമ്പിൽ, ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് AS വാസു, മുൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജേഷ് പന്നിപ്പുലത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുകേഷ് മൂത്തെടുത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജു മാളിയേക്കൽ, മണ്ഡലം ഭാരവാഹികളായ അശ്വിൻ ആലപ്പുഴ, ജോജോ മാളിയേക്കൽ, അജി മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. വിൻസൻ പുലിക്കോട്ടിൽ, ഉണ്ണി നെച്ചിക്കോട്ട്, ശ്രീജിത്ത് പുന്നപ്പള്ളി, ഉണ്ണി മേനോൻ, സന്ദീപ് B മോഹൻദാസ്, വിജയൻ പീച്ചെടുത്ത് എന്നിവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും അതുപോലെ ലൈഫ് മിഷന്റെ മറയും പറ്റി പാവങ്ങളുടെ പാർപ്പിട പദ്ധതിയെ കമ്മീഷന്റെ കൂത്തരങ്ങാക്കി മാറ്റിയിരിക്കുകയാണ്. പാവങ്ങളുടെ പാർപ്പിട പദ്ധതിയെ അഴിമതിയുടെ കേളീരംഗമാക്കി ഈ സർക്കാർ മാറ്റിയിരിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതി അഴിമതിയിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC ജനറൽ സെക്രട്ടറി ഷാജി കോടങ്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. റോബിൻ വടക്കേത്തല അധ്യക്ഷത വഹിച്ചു. ജോൺസൺ PT, DCC സെക്രട്ടറിമാരായ KK ബാബു, KB ജയറാം, ബ്ലോക്ക് പ്രസിഡന്റ് VG അശോകൻ, ജോസഫ് പള്ളിക്കുന്നത്ത്, ഷാലി വർഗീസ്, വാസു വളാഞ്ചേരി, ബീന സേവ്യർ, യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് CB ബിമൽ, സൈമൺ തെക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് പദ്ധതിയെ തകർക്കാനുള്ള BJP UDF ശ്രമങ്ങൾക്കെതിരെ DYFI വലപ്പാട് മേഖലാ കമ്മിറ്റി ലൈഫ് പാവങ്ങളുടെ പ്രതീക്ഷയാണ് തകർക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി വലപ്പാട് സെന്ററിലും എടമുട്ടം സെന്ററിലും പ്രതീകാത്മക കുടിൽ കെട്ടി പ്രതിഷേധിച്ചു. വലപ്പാട് സെന്ററിലെ പ്രതിഷേധം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ജില്ലാ പ്രസിഡന്റ് അമല സുരേഷ് അധ്യക്ഷത വഹിച്ചു. DYFI വലപ്പാട് മേഖലാ സെക്രട്ടറി അരുൺ ശിവജി, മേഖലാ കമ്മിറ്റി അംഗം ഇന്ദ്രജിത്ത് പനക്കൽ എന്നിവർ സംസാരിച്ചു. എടമുട്ടത്ത് നടന്ന പ്രതിഷേധം DYFI നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി PS ഷജിത്ത് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം KM അബ്ദുൾ മജീദ്, ജിഷ്ണ ദാസ്, DYFI വലപ്പാട് മേഖലാ പ്രസിഡന്റ് BS സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യ മുന്നണി അധികാരത്തിലേറി 4 വർഷം പിന്നിടുമ്പോൾ കേരളത്തിലെ 2,42,000-ഓളം ഭവനരഹിതർക്കാണ് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിലൂടെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ അവകാശികളാകാൻ പോകുന്ന ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ നടപ്പിലാക്കും. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം അട്ടിമറിക്കുന്നതിന് എതിരെ BJP അനിശ്ചിതകാല സമരം തുടങ്ങി. സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. സരിതാ നായർ ഉമ്മൻചാണ്ടിയുടെ റൂമിന്റെ അടുത്തുകൂടെ പോയി എന്ന് പറഞ്ഞിട്ട് സരിതാ നായർ ഇതിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നല്ലേ അന്ന് കോൺഗ്രസുകാരോട് CPM പറഞ്ഞത്? ഇപ്പോ അതേ ചെറുക്കന്നല്ലേ സ്വപ്ന സുരേഷ്. വല്ല വ്യത്യാസം ഉണ്ടോ? കാണാനും തെറ്റില്ല. സ്വപ്ന സുരേഷ് എവിടെയാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ 10ാം ക്ലാസ്സുകാരി എത്ര രൂപ ശമ്പളം വാങ്ങിക്കുന്നത് പിണറായി വിജയൻ അറിയില്ലേ? പിണറായി വിജയൻ അറിഞ്ഞില്ല എന്നാ പറയുന്നത്. സ്വന്തം ഓഫീസ് നോക്കാൻ പറ്റില്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ പിണറായി വിജയനും ഇവിടുത്തെ ബാക്കി കള്ളന്മാരും. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ, MB വിജയൻ, ലാൽ ഊണുങ്ങൽ, മനോഷ് ബ്രാരത്ത്, ഷൈൻ നെടിയിരിപ്പിൽ, CJ ജിനു, KS സുധീർ, ഉല്ലാസ് വെള്ളാഞ്ചേരി, PK ബേബി, സിജിത്ത് കരുവത്ത്, സുജിത്ത് വല്ലത്ത്, PB ശ്രീഹരി, സന്തോഷ് തോപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ UDF LDF വഞ്ചനയുടെ സ്മാരകമായി സ്മൃതി മണ്ഡപവും സ്ഥാപിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന മണലൂർ പഞ്ചായത്തിലെ 5ാം വാർഡിലെ വെള്ളയന്തടം റോഡിലെ കാഴ്ചകളാണിത്. പോലീസും സന്നദ്ധ പ്രവർത്തകരും അവരെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ വിവിധ പ്രദേശങ്ങളിലെ 8 റോഡുകൾ ബന്ദോബസ്ത് ചെയ്തുവെങ്കിലും നിയമം അനുസരിക്കാനൊന്നും ജനങ്ങൾ തയ്യാറല്ല. അടച്ചുപൂട്ടിയ പല റോഡുകളിലും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പാകത്തിൽ പോലും വഴിയൊരുക്കിയ നിലയിലാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ മുഴുവൻ പ്രോട്ടോക്കോളും ലംഘിച്ചാണ് വെള്ളയന്തടം റോഡിലെ കാര്യങ്ങൾ നീങ്ങുന്നത്.
പ്രധാന റോഡിലേക്ക് കടക്കുന്ന കവാടത്തിനരികെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ബന്ധപ്പെട്ടവർ ദൈനംദിന ജീവിതത്തിൽ ഇടപഴകുകയാണ്. മണലൂർ പഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതിലേറെയും സമ്പർക്കം വഴിയാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു ജാഗ്രതയുമില്ലാതെയാണ് അതിജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ പോലും ജനങ്ങൾ ഇടപഴകുന്നത്. റോഡ് ബന്ദോബസ്തിന്റെ പേരിൽ കുറുകെ വലിച്ചു കെട്ടിയ കയറുകൾ അഴിച്ചുമാറ്റി വാഹനങ്ങൾ കൊണ്ടുപോകുന്നവരും കുറവല്ല. എല്ലാ സീമകളും ലംഘിച്ചതോടെ തിങ്കളാഴ്ച രാവിലെ വീണ്ടും സന്നദ്ധ പ്രവർത്തകരെത്തി വെളയന്തടം റോഡിലെ തടസ്സങ്ങൾ പുനഃസ്ഥാപിച്ചു. പോലീസ് ഇത്തരം സ്ഥലങ്ങളിൽ പട്രോളിംഗ് കർശനമാക്കണമെന്നും ട്രിപ്പിൾ ലോക്ഡൌൺ പരിധിയിൽ നിയമലംഘനം നടത്തുന്നവർ, അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സ്ഥലം വിടുന്നവർ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് ഇവിടെ അടച്ചിട്ടുണ്ടെങ്കിലും കൂടി ഈ കാണുന്ന വണ്ടികളൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ വെക്കുന്നതാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിന്റെ കാര്യമായിട്ട് വളണ്ടിയർ ഇതും മറ്റേതൊക്കെ ആയിട്ട് നടക്കണതാ. ഇവിടെ ആർക്കും ഒരു ഇതില്ല. ഇവിടെ ഒരു പോലീസ് ജയിലിൽ നിലനിർത്തണം, എന്നാലും ഇവിടെ ആൾക്കാരൊക്കെ ഇത് ലംഘിക്കാതിരിക്കുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കടലിൽ കൃത്രിമ പാലുകൾ ഒരുക്കി മത്സ്യക്കൊയ്ത്ത് സൃഷ്ടിക്കാനുള്ള സമഗ്ര പദ്ധതിക്ക് പെരിഞ്ഞനം പഞ്ചായത്തിൽ തുടക്കം. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ മനുഷ്യസമ്പത്തിന് വഴിയൊരുക്കുന്ന ആധുനിക രീതിയിലുള്ള പദ്ധതി നടപ്പാക്കുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രോട്ടീൻ കണ്ടന്റ് ഉറപ്പാക്കുന്ന പദ്ധതികൾ എന്ന നിലയിൽ ജനങ്ങളുടെ ആരോഗ്യവും പ്രതിരോധവും സംരക്ഷിക്കുന്ന പദ്ധതി എന്ന നിലയിലാണ് പടുതാക്കുളമാണെങ്കിലും ബയോബ്ലോക്ക് ആണെങ്കിലും കുളങ്ങളിലെ മത്സ്യകൃഷിയാണെങ്കിലും ഒരു നെല്ലും ഒരു മീനും എന്ന വലിയ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നെല്ലിൽ കൊയ്ത് കഴിഞ്ഞാലുള്ള ചെറിയ പീരീഡിൽ മത്സ്യകൃഷി എന്നത് വളരെ വലിയ ലാഭകരമാണ്. കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തിരിച്ചുവരുന്ന തൊഴിലാളികളെ, പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ പദ്ധതി പെരിഞ്ഞനം പഞ്ചായത്ത് നടപ്പിലാക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. KSC ADC മാനേജിംഗ് ഡയറക്ടർ PI ഷെയ്ഖ് പരീദ് മുഖ്യാതിഥിയായി. പെരിഞ്ഞനം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സോന പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്, വൈസ് പ്രസിഡന്റ് സ്മിത ഷാജി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ പ്രതാപൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA സുധീർ, കൈപ്പമംഗലം ഫിഷറീസ് സ്കൂൾ അധ്യാപിക MS ബീന, പഞ്ചായത്ത് സെക്രട്ടറി P സുജാത എന്നിവർ പങ്കെടുത്തു. ഫിഷറീസ് മാനേജ്മെന്റ് കൌൺസിലിന്റെ മേൽനോട്ടത്തിലാണ് സമഗ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുക. സമഗ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 27 വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സമുദ്രജീവികളും അലങ്കാര മത്സ്യങ്ങളും സസ്തനികളും പ്രദർശിപ്പിക്കുന്നതിനുള്ള വെള്ളം നിറച്ച അക്വേറിയമായ ഓഷനേറിയവും സ്വിമ്മിംഗ് പൂളും സ്ഥാപിക്കും. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. NES കോളേജ് തൃപ്രയാർ, പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 18 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് തൃപ്രയാർ, തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം, BCom, ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ, MCom, BBA അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NES കോളേജ് തൃപ്രയാർ BCom, BBA വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായ ടാലി ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ ക്ലാസുകൾ NES വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയി നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൌസ്, കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം. NES കോളേജ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. യെസ്, 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. വാർത്തകൾ തുടരുന്നു. സംയോജിത തദ്ദേശ ഭരണ പരിപാലനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇനി മതിലകം പഞ്ചായത്തും ഇടം പിടിക്കുന്നു. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി 150 ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന ഇന്റഗ്രേറ്റഡ് ലോക്കൽ ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്ക് മതിലകത്ത് തുടക്കമായി. വീട്ടിലിരുന്നും ഓൺലൈൻ അപേക്ഷകൾ നൽകാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഉദ്യോഗസ്ഥർക്കും വീട്ടിലിരുന്ന് തന്നെ ഫയൽ നോക്കാം.
പഞ്ചായത്തിൽ നിന്ന് ലഭ്യമാകുന്ന 200-ലധികം സേവനങ്ങൾക്കുള്ള അപേക്ഷകളും പരാതികളും അപ്പീലുകളും നിർദ്ദേശങ്ങളും ഓൺലൈനായി അയക്കാനുള്ള സൗകര്യം ഈ സോഫ്റ്റ്വെയറിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും സേവനങ്ങളും സാക്ഷ്യപത്രങ്ങളും കൈപ്പറ്റാം. അതോടൊപ്പം നിലവിലുള്ള രീതിയിൽ തപാൽ മാർഗവും പഞ്ചായത്തുകളിലെ ഫ്രണ്ട് ഓഫീസ് വഴിയും അപേക്ഷകന് സേവനങ്ങൾ ലഭ്യമാക്കും. പഞ്ചായത്തിൽ ലഭിക്കുന്ന അപേക്ഷകൾ വെബ് അധിഷ്ഠിതമായാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനാൽ ജീവനക്കാർക്ക് വീട്ടിലിരുന്നും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫയൽ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. പേപ്പർ രഹിതവും പ്രകൃതി സൗഹൃദപരവുമായ ഈ ഭരണ സംവിധാനം 24 മണിക്കൂറും പ്രവർത്തന സജ്ജം ആയിരിക്കുമെന്നതും ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതുമാണ്. കൂടാതെ ഓഫീസുകൾ തമ്മിൽ ഫയൽ അയക്കാനുള്ള സംവിധാനവും ഇന്റഗ്രേറ്റഡ് ലോക്കൽ സംവിധാനത്തിലൂടെ നടപ്പാക്കുന്നുണ്ട്. കേരള സർക്കാർ സ്ഥാപനമായ ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുള്ളത്. മതിലകം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബീദ് അലി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV സാബു, KY അസീസ്, വിവിധ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച പ്രവേശന കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു അധ്യക്ഷനായി. വാർഡ് മെമ്പർ PT രാമചന്ദ്രൻ, പ്രിൻസിപ്പാൾ EG സജിമോൻ, PTA പ്രസിഡന്റ് KP ഷാജി, BHSC പ്രിൻസിപ്പാൾ PS സജി തുടങ്ങിയവരും സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവേശന കവാടവും ചുറ്റുമതിലും പണിതീർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയം വിവിധങ്ങളായ മേഖലകളിൽ മികവ് തെളിയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിദ്യാലയത്തിലേക്ക് വേണ്ട കുട്ടികളുടെ എണ്ണത്തിലും കൂടി നമുക്ക് വലിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിക പഞ്ചായത്തിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 13ാം ദിവസത്തെ സമരം 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. M സ്വർണലത ഉദ്ഘാടനം ചെയ്തു. MS ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. PV രാധാകൃഷ്ണൻ, BM സതീശൻ, KR സിദ്ധാർത്ഥൻ, BA ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഒരു സഹായം അല്ലെങ്കിൽ ആനുകൂല്യം നിഷേധിച്ചുകൊണ്ട് അത് വിതരണം ചെയ്യാതെ അതിൽ അഴിമതി എന്നൊന്നും ഞങ്ങൾ ആരോപിക്കുന്നില്ലെങ്കിലും അതിന്റെ പിന്നിൽ എന്താണ് നടന്നത് എന്ന് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള കർഷക സമരങ്ങളെ പിന്തുണച്ച് SSF പെരിങ്ങോട്ടുകര സെക്ടർ തിരുത്തേക്കാട് പാടത്ത് ഐക്യദാർഢ്യ വലയം സൃഷ്ടിച്ചു. തൃപ്പയാർ ഡിവിഷൻ സെക്രട്ടറി മൻസൂർ ഫാളിലി ഉദ്ഘാടനം ചെയ്തു. SSF പെരിങ്ങോട്ടുകര സെക്ടർ സെക്രട്ടറി ഷാഫി, പ്രസിഡന്റ് മഖ്ദൂം ചാഴൂർ, റംനാസ് മൂത്തേടത്തറ, അൻഷാദ് പൈനൂർ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം SC/ST ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജന്മദിനാചരണവും AS സുബ്രഹ്മണ്യൻ എൻഡോമെന്റ് വിതരണവും നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഓർത്തോ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മനോജ് ഉദ്ഘാടനം ചെയ്തു. അജിത നാരായണൻ അധ്യക്ഷയായിരുന്നു. വെറ്ററിനറി സർജൻ ഡോക്ടർ സ്മിജിഷ പ്രക്ഷോഭ് മുഖ്യാതിഥിയായി. വിദ്യാർത്ഥിനി AS അമലു മഹാത്മാ അയ്യങ്കാളി ജന്മദിന സന്ദേശം നൽകി. അജീഷ് കിഴക്കേപ്പാട്ട്, രശ്മി മോഹനൻ, ഐക്യവേട്ടുവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് രവി ചെറാട്ടി, KPMS ജില്ലാ പ്രസിഡന്റ് PK സുബ്രഹ്മണ്യൻ, പഠന മഹാസഭ ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് MS പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. പഠിക്കാൻ തുടങ്ങി. പക്ഷെ ചരിത്രം പറയുന്നത് നമ്മൾ പഞ്ചമീന സ്കൂളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളെല്ലാം അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനാലികളിൽ പോയി ചാടി ഓടുന്നു. കൂടാതെ നമ്മളുടെ ഒരാള് പഠിക്കാൻ വരുന്നതുകൊണ്ട് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന കാർഷിക വിരുദ്ധ ബില്ലുകൾ പാസാക്കിയതിലൂടെ ഇന്ത്യൻ കർഷകരുടെ മരണ വാറണ്ടിലാണ് നരേന്ദ്രമോദി സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയത്തിനെതിരെ കൃഷിയിടത്തിൽ മോദിയുടെ കോലം നാട്ടി യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് സമാൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി AM സനൌഫൽ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് മാത്തുക്കാട്ടിൽ, യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PS സുഹൈൽ, മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PH ഷെഫീഖ്, VN നിസാർ, PS ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ ഏംഗൽസ് നഗറിൽ ഗിരീഷ് മാത്തുക്കാട്ടിലെ കൃഷിയിടത്തിലാണ് കോലം നാട്ടിയുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത്. വനം വന്യജീവി വകുപ്പ് എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ വിഭാഗം ലോക നദീദിനത്തിന്റെ ഭാഗമായി കനോലി കനാലിൽ തളിക്കുളം ആനിമൽ കെയർ സൊസൈറ്റി പ്രവർത്തകരുടെ സഹകരണത്തോടെ കണ്ടൽ തൈകൾ നട്ടു.
കണ്ടൽ തൈകൾ നടുന്നതിന്റെ ഉദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു നിർവഹിച്ചു. വാർഡ് മെമ്പർ കെ വി സുകുമാരൻ അധ്യക്ഷനായി. തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ യു സജീവ് കുമാർ, എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ബി ജയചന്ദ്രൻ നായർ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ആർ രമേശ്, തളിക്കുളം ആനിമൽ കെയർ സൊസൈറ്റി സെക്രട്ടറി മനോജ് പെടാട്ട് എന്നിവർ സംസാരിച്ചു. നദീദിനത്തിന്റെ ഭാഗമായി ആനിമൽ കെയർ പ്രവർത്തകർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കനോലി കനാലിൻ്റെ തീരത്ത് കണ്ടൽ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മളുടെ നദിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണെന്ന് ഇവിടെ ഈ ആനിമൽ കെയർ സൊസൈറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ഫോറസ്റ്റ് ഡിവിഷനും കൂടി നടത്തുന്നത്. നമുക്കറിയാം, നമ്മളുടെ ജലാശയങ്ങളൊക്കെ ഒന്ന് നമ്മൾ സംരക്ഷിക്കാത്തത് കാരണം നമ്മുടെ അശ്രദ്ധ മൂലം ഒക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുളവാഴയും ചണ്ടിയും പുഴയിലേക്ക് തള്ളിവിടുന്നത് മൂലം തൊഴിൽ പ്രതിസന്ധിയിലകപ്പെട്ട ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ചണ്ടി തള്ളുന്നവരെ കണ്ടെത്തി വിലക്കി. എനാമാക്കൽ ഇറിഗേഷൻ ബണ്ടിൽ നിന്ന് 6 കിലോമീറ്ററോളം മത്സ്യത്തൊഴിലാളികൾ കാൽനടയായി പോയാണ് തൊഴിൽ തടസ്സം നീക്കാൻ ആവശ്യപ്പെട്ടത്. ഏനാമാക്കൽ ഫേസ് കനാൽ ബണ്ടിലൂടെ കിലോമീറ്ററുകളോളം കിഴക്കോട്ട് നടക്കുന്നതിനിടയിലാണ് കനാലിന് കുറുകെയുള്ള പാലത്തിൽ വന്നടിഞ്ഞ ചണ്ടിയും കുളവാഴയും ഏതാനും തൊഴിലാളികൾ തള്ളിവിടുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് പുഴയിലെത്തിയാൽ ഉണ്ടാകുന്ന ദുരിതം മത്സ്യത്തൊഴിലാളികൾ വിശദീകരിച്ചതോടെ ചണ്ടി തള്ളുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കി ജോലി നിർത്തിവെച്ചതായി ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയും വെങ്കിടങ്ങ് പഞ്ചായത്ത് ജനപ്രതിനിധിയുമായ അമ്പലത്ത് വീട്ടിൽ ഷൈജു പറഞ്ഞു. ഒരിടവേള കൂടി. കരുതലോടെ ബ്യൂട്ടി സിൽക്സ് വീണ്ടും നിങ്ങളോടൊപ്പം. ഭയപ്പാടല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ്. കൊറോണയെ പ്രതിരോധിക്കാൻ ഗവൺമെന്റിന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ബ്യൂട്ടി സിൽക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ, ചാവക്കാട്, പട്ടാമ്പി, തൃപ്രയാർ, പുത്തനത്താണി ആൻഡ് പെരിന്തൽമണ്ണ. കണ്ടില്ലേ, എല്ലാവരും ഹാപ്പിയാണ്. കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ്. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിൽ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറി, സ്റ്റോൺസ്, ലേസസ്, സ്റ്റിച്ചിങ് എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും, മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെ ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. 0487 2395 350. വീണ്ടും വാർത്തകൾ നോക്കാം. നാട്ടിക ലുലു കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിലെ രോഗികൾക്കും സ്റ്റാഫിനുമുള്ള ഭക്ഷണത്തിന് 500 കിലോ പച്ചക്കറികളുമായി വ്യാപാരി. വാടനപ്പള്ളി ചിലങ്ക സെന്ററിൽ സഫ ഫിഷ് ആൻഡ് വെജിറ്റബിൾസ് കടയുടമ PU അബൂബക്കറാണ് വിവിധ ഇനം പച്ചക്കറികൾ ഭക്ഷണം തയ്യാറാക്കുന്ന തൃപ്പയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിലെ അടുക്കളയിലേക്ക് എത്തിച്ചു നൽകിയത്. മറ്റാരും ആവശ്യപ്പെടാതെ വ്യാപാരി തന്നെ ആവശ്യമായ പച്ചക്കറികൾ നൽകാമെന്ന് ഫുഡ് കമ്മിറ്റി ചെയർമാനായ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത്ത് വടക്കുംചേരിയെ അറിയിക്കുകയായിരുന്നു. മത്തൻ, കുമ്പളം, ചേന, വെള്ളരി, നേന്ത്രക്കായ തുടങ്ങിയ ഇനം പച്ചക്കറികളാണ് വ്യാപാരി നൽകിയത്. കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രം ചെയർപേഴ്സൺ കൂടിയായ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണിക്കൊപ്പം ഷിജിത്ത് വടക്കുംചേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി ബാബു, നാട്ടിക പഞ്ചായത്ത് അംഗം VR പ്രമീള എന്നിവർ ചേർന്ന് പച്ചക്കറികൾ ഏറ്റുവാങ്ങി. 600ഓളം പേർക്കുള്ള ഭക്ഷണമാണ് TSGA ഇൻഡോർ സ്റ്റേഡിയത്തിലെ അടുക്കളയിൽ ഒരുങ്ങുന്നത്.
ITI പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ഈ മാസം 30 വരെ നീട്ടിയതായി മണലൂർ ITI പ്രിൻസിപ്പൽ അറിയിച്ചു. ഇതിനകം അപേക്ഷ സമർപ്പിച്ചവർ അഡ്മിഷൻ പോർട്ടൽ വഴി ട്രേഡ് ഓപ്ഷൻ കൂടി നൽകണമെന്നും അറിയിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. മണപ്പുറം ഫൗണ്ടേഷന്റെ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണലൂർ ഗവൺമെന്റ് ITIയിലേക്ക് നൽകിയ ഉപകരണങ്ങൾ മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് പ്രിൻസിപ്പൽ സാജ MAക്ക് കൈമാറി. മണപ്പുറം ഫൗണ്ടേഷൻ പ്രതിനിധികളായ ശില്പ, ശ്രുതി, ITI സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും സംബന്ധിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്രമ രാഷ്ട്രീയത്തിനും അപവാദ പ്രചരണത്തിനുമെതിരെ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് മായ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗവും താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് പ്രസിഡന്റ് സീനത്ത് മുഹമ്മദ് അലി, താന്യം തെക്ക് വില്ലേജ് സെക്രട്ടറി സുധാ ദിലീപ്, താന്യം വടക്ക് സെക്രട്ടറി ശോഭ രാജീവ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം നടക്കുമ്പോൾ, ഡൽഹിയിൽ സമരം നടക്കുമ്പോൾ അവിടെ പോയി അവരെ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുറ്റപത്രം ചെയ്ത് അവരെ കേസെടുത്തിരിക്കുകയാണ് ഡൽഹിയിൽ. ടാറിങ്ങിനൊരുങ്ങി കാരമുക്ക് അഞ്ചങ്ങാടി റോഡ്. ഏറെ വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കാരണമായ കാരമുക്ക് അഞ്ചങ്ങാടി മുറ്റിച്ചൂർ റോഡ് ടാറിങ്ങിനായി ഒരുങ്ങി. ടാർ ഉൾപ്പെടെയുള്ള ടാറിങ്ങിനാവശ്യമായ എല്ലാ സാധന സാമഗ്രികളും എത്തിക്കഴിഞ്ഞതായും മഴയൊഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ടാറിംഗ് നടത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം സിജി മോഹൻദാസ് പറഞ്ഞു. 50 ലക്ഷം രൂപ നീക്കിവെച്ച് ജില്ലാ പഞ്ചായത്ത് 2018-19 വർഷത്തിൽ ആരംഭിച്ച റോഡിന്റെ പണി കോടതി കേസ് ഉൾപ്പെടെ പലവിധ തടസ്സങ്ങളിൽ കുരുങ്ങിയാണ് വൈകിയതെന്നും അവർ പറഞ്ഞു. 3 കിലോമീറ്ററോളം ദൂരമുള്ള റോഡിന്റെ 337 മീറ്റർ ദൂരം റോഡ് ഉയർത്തുകയും കൽവർട്ടും കാനകളും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. മെറ്റലിംഗ് കഴിഞ്ഞ് റോളർ ചെയ്ത് ടാറിങ്ങിനൊരുങ്ങിടയിലാണ് ന്യൂനമർദ്ദത്തെ തുടർന്ന് മഴയെത്തിയത്. ഇതുമൂലമുണ്ടായ കാലതാമസത്തെ തുടർന്നെടുത്ത സമയത്തിനുള്ളിൽ പലയിടങ്ങളിലും മെറ്റലിംഗ് അടർന്നതായി പരാതിയിലുള്ളതിനാൽ ഒരു പ്രാവശ്യം കൂടി റോളർ ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ ടാറിംഗ് നടത്തി റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുമെന്ന് മണലൂർ ഗ്രാമപഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PA ഇക്ബാൽ പറഞ്ഞു. ടാറിംഗ് വൈകുന്നതിൽ കടുത്ത അമർഷത്തിലാണ് ജനങ്ങൾ. മെറ്റലിംഗ് കഴിഞ്ഞിട്ട് മാസങ്ങളായെന്നും ഇതുവഴിയുള്ള ഇരുചക്ര വാഹന യാത്ര അപകടകരവും നഷ്ടം നിറഞ്ഞതുമാണെന്നുമാണ് ആക്ഷേപം. റോഡ് ഈ കിടക്കുന്ന കണ്ടീഷനിലായിട്ട് ഏകദേശം 2 മാസത്തോളമായി. ഇതിലൂടെ മെറ്റല് വാഹനങ്ങൾ പോകുന്ന വഴിക്ക് മെറ്റല് തെറിക്കുകയും ജനങ്ങൾ പലതും റോഡിലില്ലാത്ത അവസ്ഥയിലും ഇനിയും ഒരു റോഡ് നന്നാക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ കൂടുതൽ മെറ്റലടിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. തളിക്കുളം തമ്പാൻകടവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. തമ്പാൻകടവ് വാക്കാട്ട് വീട്ടിൽ 68 വയസ്സുള്ള പ്രകാശനാണ് മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് ഈ മാസം 24-നാണ് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്നുള്ള പരിശോധനയിൽ കോവിഡ് ബാധിച്ചതായി കണ്ടെത്തി. പ്രമേഹ രോഗമുള്ളതിനാൽ നില കൂടുതൽ വഷളാവുകയായിരുന്നു. ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെയായിരുന്നു മരണം. വാടനപ്പള്ളിയിലെ വിവിധ ഇടങ്ങളിൽ വാച്ച്മാനായി ജോലി ചെയ്തിരുന്ന പ്രകാശൻ വേട്ടുവ മഹാസഭ ചാവക്കാട് താലൂക്ക് മുൻ പ്രസിഡന്റാണ്. പട്ടികജാതിക്കാരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ഏങ്ങണ്ടിയൂരിൽ വീട്ടിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. സഹോദരി അടക്കം 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. തിരുമംഗലം ക്ഷേത്രത്തിന് കിഴക്ക് കുടിലത്ത് മഠം രാജുവിന്റെ ഭാര്യ പ്രിയയാണ് മരിച്ചത്. പ്രിയയുടെ സഹോദരിയും ഗുരുവായൂർ സ്വദേശി മുത്തുവിന്റെ ഭാര്യയുമായ പ്രീതി, രാജുവിന്റെ സഹോദരൻ വാസുദേവന്റെ ഭാര്യ ദേവകി, മകൾ അച്ചു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ പ്രീതിയെയും പ്രിയയെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പ്രിയ മരണപ്പെട്ടു. ഞായറാഴ്ച രാത്രി 7:30 സംഭവം. ദേവകിയും അച്ചുവും വീടിനോട് ചേർന്ന് കമ്പി കൊണ്ട് വലിച്ചു കെട്ടിയ ഷെഡിൽ വസ്ത്രങ്ങൾ ഉണക്കാൻ ഇടുന്നതിനിടയിലാണ് ഇരുവർക്കും ഷോക്കേറ്റത്. ഇവരുടെ നിലവിളി കേട്ട് സമീപത്ത് താമസിക്കുന്ന ബന്ധുവായ പ്രിയയും വീട്ടിലേക്ക് വിരുന്നു വന്ന സഹോദരി പ്രീതിയും ഇരുവരെയും രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ഇരുവർക്കും ഷോക്കേൽക്കുകയും ഇവരുടെ ശരീരത്തിൽ അഴയിൽ കെട്ടിയ കമ്പി ചുറ്റിപ്പണഞ്ഞ് അബോധാവസ്ഥയിൽ നിലത്ത് കിടക്കുകയുമായിരുന്നു. ബഹളം കേട്ട് സമീപത്ത് താമസിക്കുന്ന മറ്റൊരു സഹോദരൻ ഓടിവന്ന് വീടിന്റെ വൈദ്യുതി ഫ്യൂസ് ഊരിയാണ് 3 പേരെയും രക്ഷപ്പെടുത്തിയത്. തുടർന്ന് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. വാടനപ്പള്ളി പോലീസും KSB അധികൃതരും സ്ഥലത്തെത്തി. ശ്രീരാമൻ, ലക്ഷ്മി എന്നിവർ പ്രിയയുടെ മക്കളാണ്. ദേശീയപാതയിൽ വാടനപ്പള്ളി സെന്ററിന് വടക്ക് മരണവളവിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി ട്രാൻസ്ഫോമറിലിടിച്ച യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് പേബസാർ അയ്യാരിൽ ചക്കൻചാലിൽ വീട്ടിൽ അബ്ദുൽ കരീമിന്റെ മകൻ മൊയ്തീൻ ഖൻസാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ശനിയാഴ്ച രാത്രി 11:20 അപകടം. ചേറ്റുവ ഭാഗത്തു നിന്ന് യുവാവ് ഓടിച്ചു വന്നിരുന്ന ബൈക്ക് റോഡിന് ഇടതുഭാഗത്തെ ട്രാൻസ്ഫോമറിലാണ് ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ വാടനപ്പള്ളി എക്സ് പ്രവർത്തകർ എത്തി ആംബുലൻസിൽ ഉടൻ തൃശൂരിലെ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. വാടനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ലൈഫ് പദ്ധതി മുഖ്യമന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട കോൺഗ്രസ് സമരം.
തൃപ്രയാർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ BJP അനിശ്ചിതകാല സമരം തുടങ്ങി. സംയോജിത തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ ആദ്യഘട്ടത്തിൽ മതിലകം പഞ്ചായത്ത്. ലുലു കോവിഡ് സെന്ററിലേക്ക് 500 കിലോ പച്ചക്കറി നൽകി വ്യാപാരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.